Hi everyone, welcome back to my channel. Let's do a budget-friendly aesthetic room makeover with me. ആക്ച്വലി ഇതൊരു പ്ലാൻഡ് വീഡിയോ അല്ലായിരുന്നു, ബട്ട് റെക്കോർഡ് ചെയ്ത ചില ക്ലിപ്സ് കണ്ടപ്പോൾ ഇതൊരു ചെറിയ ജേർണി ആയിട്ട് ഫീൽ ചെയ്തു. ദാറ്റ്സ് ഹൗ ഐ ഡിസൈഡഡ് ടു ഷെയർ ഇറ്റ് വിത്ത് യു ഓൾ. ആൻഡ് ദിസ് ഇസ് ദി പാർട്ട് 1. ഇങ്ങനെ ഷാബി ആയിട്ട് അധികാരം യൂസ് ചെയ്യാതെ കിടന്നിരുന്ന ഈ റൂമിനെ ഇങ്ങനെ ഒരു കോസി പിൻട്രസ്റ്റി എസ്തെറ്റിക് വൈബിലേക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ മാറ്റിയെന്ന് നോക്കാം. കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഹെഡ് സ്കാർഫൊക്കെ കെട്ടിയാൽ ആ ഒരു വൈബിക്ക് വരും. ഓൾസോ തലയിൽ ഡസ്റ്റ് ആവാതിരിക്കുകയും ചെയ്യും. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് മൈ ഓൾഡസ്റ്റ് ജീൻസ്. മെയിനായിട്ട് പെയിൻറ്റിങ് പരിപാടിക്കാണ് യൂസ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ പ്രത്യേകം പറയണ്ടല്ലോ. ക്ലീനിങ് വാസ് ദ ഫസ്റ്റ് പാർട്ട്. റൂമിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഒഴിവാക്കി അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിരുന്നു ഫസ്റ്റ് പരിപാടി. പെയിൻറ്റിങ് ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം ഡസ്റ്റ് ഫ്രീ ആയിട്ട് വെക്കണമായിരുന്നു. പുറത്ത് നിന്നുള്ള മോയ്സ്ചർ നിന്നിട്ട് വോളെല്ലാം നല്ലപോലെ ടെക്സ്റ്റേർഡ് ആയിരുന്നു. ഐ ട്രൈ ടു റിമൂവ് വിത്ത് ദിസ് ബ്ലേഡ്, ബട്ട് വലിയൊരു ചേഞ്ചൊന്നും ഉണ്ടായില്ല. കിട്ടിയെന്ന് വെച്ചാൽ ഈ ലാഡർ വെച്ചിട്ടാണ് നമ്മുടെ മെയിൻ കലാപരിപാടികളൊക്കെ. ബെഡിലും ടൈലും കേർട്ടൻസിലൊക്കെ മാക്സിമം പെയിൻറ്റ് പറ്റാതെയും ഡസ്റ്റ് കയറാതെ ഇരിക്കാനാണ് ഞാൻ ഈ ഷീറ്റ്സും പേപ്പേഴ്സും എല്ലാം വെച്ച് സെക്യൂർ ചെയ്യുന്നത് കേട്ടോ. ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഭാഗമൊക്കെ കുറച്ചൊക്കെ ഒന്ന് സ്മൂത്തായി കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി സ്ക്രബ്ബർ വെച്ചിട്ട് ചുമരെല്ലാം നന്നായിട്ട് ഉരച്ചു നോക്കിയിരുന്നു. ഇതൊക്കെയാണ് ഇതുവരെയുള്ള എൻ്റെ പെയിൻ്റ് അടിയാക്കിയതിലെ മെയിൻ ബ്രഷ് കളക്ഷൻ. പെയിൻറ്റ് വൈറ്റ് തന്നെയാണ് സെലക്ട് ചെയ്തത്, ബിക്കോസ് ഇറ്റ് ഗീവ്സ് മോർ ലൈറ്റ് ആൻഡ് പീസ്. ബട്ട് പെയിൻറ്റ് ബോട്ടിൽ ഓപ്പൺ ചെയ്യാൻ ഒരു മണിക്കൂർ എടുത്തു. ഇതിന് വേറെ വല്ല ഈസി മെത്തേഡ് അറിയെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ പെയിൻ്റ് അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്ക് ഞാൻ പോലും അറിയാതെ പ്രാഞ്ചേട്ടനിലെ പ്രിയാമണിയൊക്കെ ആയിട്ട് മാറി ഓവറാക്കാറുണ്ട്. ഈ വാൾ ആക്ച്വലി കുറച്ച് മുന്നേ മേക്ക് ഓവർ ചെയ്തതാണ്, അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോസൊന്നും അത്ര ക്ലാരിറ്റി ഇല്ല. വൈറ്റ് പെയിൻ്റ് അടിച്ച് ചുമരിൽ മാസ്കിംഗ് ടേപ്പ് വെച്ച് ഡിസൈൻസ് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ മാംഗോ യെല്ലോ അടിച്ച് ഡ്രൈ ആയതിന് ശേഷം ടേപ്പ് റിമൂവ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈൻസ് ചെയ്തത്. ഐ വാണ്ടഡ് ടു മേക്ക് ബാംബു ഡിസൈൻസ്, ബട്ട് യെല്ലോ പെയിൻ്റ് ആയിരുന്നു അപ്പം കയ്യിലുണ്ടായിരുന്നത്. ഈ ഒരു വാള് യെല്ലോ ആൻഡ് വൈറ്റ് ആയതുകൊണ്ടാണ് ആക്ച്വലി ഹോൾ റൂമിന് തന്നെ ആ ഒരു കളർ തീം പിടിക്കാമെന്ന് വിചാരിച്ചത്. ക്ലീനിങ്ങിന് ശേഷം ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ഷോപ്പിംഗ് ഒക്കെ നടത്തിയത്. ഇൻഡോർ പ്ലാന്റ്സ് എക്സ്പെൻസീവ് ആയതുകൊണ്ടും മെയിൻ്റനൻസ് ഇഷ്യൂസ് വരുന്നതുകൊണ്ടും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് നോക്കാന്നുള്ള ഡിസിഷനിലാണ് അവസാനം എത്തിയത്. റൂമിൻ്റെ ഓവറോൾ ലുക്കിന് സ്യൂട്ടാവുന്ന ചെറിയ മാറ്റ്, കുഷൻ കവേഴ്സ്, പിന്നെ അല്ലറ ചില്ലറ ഡെക്കോർ ഐറ്റംസ് ഒക്കെ ചീപ്പ് റേറ്റിൽ കിട്ടിയപ്പോൾ വിസ്മയിൽ നിന്ന് വാങ്ങിച്ചു. ഞാനും മോൾട്ടിയും കൂടി കുറേ സമയം തിരഞ്ഞിട്ടാണ്
പക്ഷെ ഞങ്ങൾക്ക് വേണ്ട സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തെന്നില്ല വേറെ കാര്യം. കുറച്ച് DIY ഐറ്റംസ് ചെയ്യാനുള്ള മിനിമം ഐറ്റംസ് വാങ്ങിക്കാൻ പേപ്പർ മാർട്ടിലാണ് പോയത്. പിന്നെ മോൾട്ടി അവളുടെ വക ഒരു ഡ്രീം ക്യാച്ചർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ത്രെഡും ഒക്കെ നമ്മൾ അവിടുന്ന് വാങ്ങിച്ചു. പിന്നെ അവിടെ കുറച്ച് ഗോട്ടിൻ്റെ കളക്ഷനൊക്കെ കണ്ടപ്പോഴേ ഞാനതൊക്കെ കണ്ട് വൻ നൊസ്റ്റാൾജിയ അടിച്ച് നിന്ന്. എനിക്ക് ഓർമ്മ ഉണ്ടോ ആ കാലൊക്കെ? ഓക്കെ, നെക്സ്റ്റ് മെയിൻ പരിപാടി ഈ കട്ടിലിൻ്റെ പഴഞ്ചൻ ലുക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് റൂമിൻ്റെ എസ്തെറ്റിക് വൈബിലേക്ക് കൊണ്ടുവരലാണ്. അതിൻ്റെ പാർട്സൊക്കെ അഴിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഈ പെയിൻറ്റിങ് പണിയൊക്കെ പകുതിക്ക് വെച്ചിട്ട് വണ്ടി എടുത്തിട്ട് മൈക്ക ഷീറ്റ് വാങ്ങിക്കുകയാണ് പോണ്ടി വന്നു കേട്ടോ. റൂമിൻ്റെ മുകളിലടിച്ച തട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ്. അതൊരു കാണാനൊരു വൃത്തിയില്ല. അപ്പം അതൊന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൈക്ക ഷീറ്റ് വാങ്ങിച്ചത്. ഈ കബോർഡിന് ഡോസ് വെക്കാനായിരുന്നു ആ ഷീറ്റ്സ്. മൈക്ക് കട്ട് ചെയ്തിട്ട് കട്ടിലിൻ്റെ 2 സൈഡും കവർ ചെയ്തു. ഈ കൊത്തുപണിയൊക്കെ ആക്ച്വലി കുറച്ച് പഴഞ്ചൻ സാധനം ആയതുകൊണ്ടും പിന്നെ റൂമിൻ്റെ ഒരു മൊത്തത്തിലുള്ള വൈബിന് ചേരാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ബോക്സ് പോലായ സെറ്റപ്പിൽ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ഈ വുഡൻ പാനൽസ് ഗ്ലൂ ചെയ്ത് സ്റ്റിക്ക് ചെയ്യാണ് ചെയ്തത്. ഇപ്പൊ കട്ടിലുണ്ടായ കൊത്തുപണിയൊക്കെ പോയി കിട്ടില്ലേ? അതായിരുന്നു നമ്മുടെ ഉദ്ദേശം. നെക്സ്റ്റ് പെയിൻറ്റിങ്. ഫുള്ളായിട്ട് വൈറ്റ് കോട്ടാണ് ആദ്യം അടിക്കുന്നത്. ഈ വുഡിൽ ഇങ്ങനെ ചെറിയ ഹോൾസ് എല്ലാം ഉണ്ടാവുമല്ലോ, അതെല്ലാം ഞാൻ പുട്ടി മിക്സ് ചെയ്തിട്ട് അടച്ച് പിന്നെ സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് അതിന് ശേഷമാണ് സെക്കൻഡ് കോട്ട് പെയിൻ്റ് അടിച്ചത്. പിന്നെ എപ്പോഴും എഡ്ജസ് ഒക്കെ പെയിൻറ് ചെയ്യാനുണ്ടാകുമ്പോൾ ഇങ്ങനത്തെ ചെറിയ ബ്രഷസ് എടുക്കുക കേട്ടോ, ഏറ്റവും ഹെൽപ്ഫുൾ ആവുക. ഓൺലൈനിൽ കുറേ തപ്പി ഇഷ്ടപ്പെട്ടെന്ന് ചീപ്പായിട്ടുള്ള ഒരു സ്റ്റെൻസിൽ കണ്ടുപിടിച്ചതാണ് ഇത്. ഇത് ഫ്ലെക്സിബിൾ മെറ്റീരിയലാണ്, വെരി ഈസി ടു യൂസ് ആൻഡ് ക്ലീൻ. പിന്നെ കാണാൻ നല്ല പ്രിൻ്റാണ്. വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.